അടിപൊളി സ്ഥലം കാണിച്ചു തരാട്ടാ. ആദ്യത്തെ സ്ഥലത്ത് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല കണ്ടാ. ഒരു ദിവസം രാവിലെ ഞങ്ങൾ ഇറങ്ങിയതാണ്. 6 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. കുറച്ച് ദൂരം വരേണ്ടി വന്നു. അതിൻ്റെ ഇടയ്ക്ക് മുളന്ന് വീണ് കാലിൽ മുറിയൊക്കെ ആയി. ആ ട്രെയിൻ പോകണുണ്ടോ? ട്രെയിൻ ഇതാ പോകണുണ്ടോ? അത് ആദ്യം കാണുന്നുണ്ടോ ഫോണ്? നമുക്കൊന്നും കാണില്ല. ആ ഒരു മൂഡ് ഓഫിലാണ് അവൾ. പക്ഷേ എനിക്ക് ഭയങ്കര ത്രില്ലായിരുന്നു. അവളെ ഒപ്പം നിർത്താം, അവൾക്ക് കുറച്ച് വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ അവളെയൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി വരച്ചു തുടങ്ങി. നല്ല സ്ഥലമാണ്, എങ്ങനെ വരയ്ക്കണമെന്നൊരു ഐഡിയ ഇല്ല. നല്ല തണുപ്പുണ്ട്. കഴിഞ്ഞ ദിവസം മഴ പെയ്തിരുന്നു, അതിൻ്റെ ഒരു മഞ്ഞാണ്, നല്ല തണുപ്പും. അപ്പോൾ വരച്ചു തുടങ്ങിയത് ഒരു ടവറിൻ്റെ മുകളിൽ നിന്നാണ്. ആ ടവർ വരച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കിയുള്ളത് വരയ്ക്കാൻ തീരുമാനിച്ചു. അവിടെ ഏറ്റവും ഉയരത്തിലുള്ളതും ആ ടവറാണ്. ഞങ്ങൾ ഇരിക്കുന്ന ഒരു പാലത്തിൻ്റെ മുകളിലാണ്. അതിൻ്റെ അടിയിലൂടെയാണ് ഒരു കനാൽ പോകുന്നത്. നിറയെ വെള്ളമുണ്ട്. അങ്ങനെ വരച്ചു തുടങ്ങി. 2-3 ഈ വീടിൻ്റെ മുകളിലിരിക്കുന്ന ടാങ്കുകളാണ് നമ്മളെ കണ്ണിൽ ആദ്യം പറ്റുന്നത്. അതാണ് നമുക്ക് തെളിഞ്ഞ് കാണുന്നത്. നമ്മൾ നേരെ ഇരിക്കുന്നത് വെളിച്ചത്തിന് ഓപ്പോസിറ്റ് സൈഡിലാണ്. വീടിന് പ്ലാനല്ല, ഈ സ്ഥലം വരയ്ക്കുക. ഈ സ്ഥലം വരയ്ക്കുക. എക്സിബിഷൻ നടത്താളാ? എക്സിബിഷൻ നടത്താളാ? ഇത് മോളാണ്, ഇത് മോളാണ്. എന്താണ് ചോദിച്ചോക്കോളോട്? വീട് ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് തുരുത്തുശ്ശേരിയാണ്. അവിടെ സൈക്കിളിൽ വന്നു. വേറെയൊക്കെ സ്ഥലത്ത് വാങ്ങിയിട്ടുണ്ടോ? ആ അവിടെ ഇറങ്ങുന്ന സ്ഥലത്ത്, ആ തോട് ക്രോസ് ചെയ്യണോടത്ത് അവിടെ ഇങ്ങനെ ഭയങ്കര ഇറക്കാം. അതൊക്കെ വേണമല്ലോ, അതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. വീട്ടിലിങ്ങനെ ഉറങ്ങിയതൊക്കെ കിട്ടുമോ? അവര് ഇങ്ങനെ ഇപ്പം വിളിച്ചു കൊടുത്താണ് അർജന്റ് നിർബന്ധിച്ച്. എക്സ്പീരിയൻസ് ദ മോസ്റ്റ്. ഭയങ്കര രസം തോന്നുന്നു എനിക്ക്. ഇത് കണക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ആ ചെറിയ വേദനയൊക്കെ ഉണ്ടാവും, അതൊന്നും പ്രശ്നമില്ല. ഇപ്പൊക്കെ തോന്നുന്നു കുറച്ച് വലുതാവട്ടെ കുട്ടി കേട്ടോ. കുറച്ച് വലുതാവട്ടെ, അപ്പോൾ നല്ലൊരു സുഖമുണ്ട്. നമുക്കറിയാനായിട്ടാണ്. ഇപ്പം എനിക്ക് ഇതിനെ പറ്റി ഒന്നും മനസ്സിലായി. ദംഗൽ സിനിമ കണ്ടിട്ടില്ലേ ഈ? ഗുസ്തി പഠിപ്പിക്കണേ അല്ല, മാമര് ഇട്ട് ഓടിക്കണിട്ടില്ലേ ഇതിനല്ലേ? കണ്ടിട്ടില്ലേ? അതായിട്ടൊക്കെ പിന്നെ മെഡലൊക്കെ നേടി, ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടി വരുമ്പോഴാണ് ആലോചിച്ച് നോക്കുന്നത്. അതൊക്കെ അത്രയും എക്സ്പീരിയൻസ് ആണ്. അച്ഛനൊന്നും ഇങ്ങനെ എക്സ്പീരിയൻസ് തരാൻ ആരുണ്ടാവില്ല, തല്ലും വെക്കണം മാത്രമേ ഉണ്ടെന്നുള്ളൂ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അച്ഛനൊക്കെ ചെയ്യുന്നത്. ഈ മനസ്സിലാക്കിയാൽ മതി, മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായോ? കുറച്ച് കാലം കഴിയുമ്പോൾ കുട്ടിക്ക് ഇതൊക്കെ മനസ്സിലാവും. എഴുതി വെച്ചോളേണ്ടു. അച്ഛൻ പണ്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഒക്കെ എഴുതി വെച്ചോളേണ്ടു. ഓക്കെ ഓക്കെ. നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ആ ഒരു പോസ്റ്റ് ഉണ്ടോ, നമ്മുടെ ലൈറ്റ് കറണ്ടിൻ്റെ ടവർ, അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആ ഒരു ഇത്, ആ ഒരു മരം, ഈ ഒരു ഫ്രെയിം, ഈ താഴെ കാണുന്ന വാഴകളുടെ അവിടെ നിന്ന് അങ്ങോട്ടാണ് വരയ്ക്കുന്നത്. ഈ താഴെ കാണുന്ന വാഴകളുടെ തലപ്പ് കാണുന്നുണ്ട്. പിന്നെ ആ ഒരു ഇതാണ് നമ്മൾ ഫോക്കൽ പോയിൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ആ ഒരു 2 ടാങ്ക് ഇരിക്കുന്നുണ്ട്. ഒരു ടാങ്ക് ലൈറ്റായിട്ട് ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കണം, ഒരു ടാങ്ക് ഡാർക്കായിട്ട് വരയ്ക്കണം. പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ള മരങ്ങളും ഡാർക്കായിട്ട് വരയ്ക്കണം. ഇവിടെയാണ് കാമുകിനെ വരയ്ക്കണേ. ഒന്ന് ഇവിടെ. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യും സംഭവങ്ങൾ. ഇവിടേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ തെങ്ങോലൊക്കെ കാണുന്നുണ്ട്, അതൊന്നും നമ്മൾ വരയ്ക്കുന്നില്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ. പിന്നെ ഇവിടെ വലിയ തെങ്ങുണ്ട്. ഇതിൽ നമുക്ക് ഈ ടവർ വേണമെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ ടവർ ഒരു പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് വരയ്ക്കണമെന്നേ ഉള്ളൂ. ഓക്കെ. വരച്ചു തുടങ്ങാം. കുറേ സംഭവങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ഞാൻ കേട്ടോ, കുറേ സംഭവങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. എല്ലാം കൂടി നമ്മൾ വരച്ചാൽ അത് ഗ്ലംസിയായി പോവും.
ഇത്ര നേരം റെക്കോർഡായില്ലത് എന്താണ് ഇത്രയും ചെയ്തത്. ഇപ്പോൾ ഇവിടെ സണ്ണിൻ്റെ ഭാഗം വരച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ കളർ പിക്ക് ചെയ്താണ്. ഇവിടെ നേപ്പിൾസ് എല്ലോ വേണ്ട സ്കൈ ചെയ്തിട്ടുണ്ട്, താഴേക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇത്ര നേരം റെക്കോർഡാക്കാൻ പറ്റിയില്ല, സോറി. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെങ്കിൽ നമ്മൾ വരയ്ക്കണം, ക്യാമറ റെക്കോർഡാവുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യണം. അതിനിടയ്ക്ക് വിട്ടുപോയതാണ്. അതിനിടയ്ക്ക് 2 പേർ വന്ന് സംസാരിച്ചു, അങ്ങനെ വിട്ടുപോയതാണ്. പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നമ്മൾ തുടങ്ങുന്നതേ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ട് സ്കൈ ഒരു മഞ്ഞ് ഫീലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഞാൻ ഉപയോഗിച്ചത് നേപ്പിൾസ് എല്ലോയും പിന്നെ ഇൻഡിഗോയുമാണ്. മഞ്ഞിൻ്റെയൊക്കെ ഒരു ഫീൽ ഉണ്ടാക്കാൻ ഇൻഡിഗോ നല്ലതാണ്, മഴ മഞ്ഞ് എന്നൊക്കെ തുടങ്ങിയത്. അതായത് നമുക്കൊരു ഗ്രേ കളർ കിട്ടുകയും ചെയ്യുന്ന ആ ട്രാൻസ്പെറൻസി മിസ്സാവില്ല. അവിടെ ഒരു പുക വരേണ്ട ഭാഗം ഇപ്പോൾ തന്നെ ഞാനൊന്ന് പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ഡാർക്ക് ലെയർ ചെയ്യുമ്പോൾ ഒന്നുകൂടി നമുക്കത് ക്ലിയർ ആക്കാനുണ്ട്. ഇവിടെ വാഴയുടെ ഇല, തെങ്ങിൻ്റെ ഇല ഒക്കെ വരുന്ന ഭാഗത്ത് ഒരു കമുകുണ്ട്, അതിൻ്റെയൊക്കെ വരുന്ന ഭാഗത്താണ് ഞാനൊരു പെർമനൻറ്റ് ഗ്രീൻ ഉപയോഗിച്ചത്. അതിനടുത്ത് തന്നെ ഡാർക്ക് ഉപയോഗിക്കണം, കാരണം ബാക്ക് ലൈറ്റാണ് ഉള്ളത്. അപ്പോൾ വക്കത്തെല്ലാം നല്ല ലൈറ്റ് വീഴുകയും അതിൻ്റെ പിന്നിലേക്ക് പെട്ടെന്ന് ഡാർക്കാവുകയും ചെയ്യുന്ന രീതിയിലാണ് ഒരു എഫക്റ്റാണുള്ളത്. അതിനൊപ്പം തന്നെ ചില ഭാഗങ്ങൾ നമ്മൾ പിക്ക് ചെയ്തെടുക്കണം മഞ്ഞിൻ്റെ ഫീൽ ഉണ്ടാക്കാൻ. ഇവിടെ കാണാം നനഞ്ഞ ഭാഗത്താണ് ചെയ്യുന്നത്. നനച്ച് ഓരോ ഭാഗങ്ങൾ ചെയ്ത് വരികയാണ്. അതിൻ്റെ കൂടെ തന്നെ ഡാർക്ക് വെച്ച് ചെയ്യുന്ന രീതിയാണ്. മുകൾ ഭാഗം ഉണങ്ങി വരുന്നതിനനുസരിച്ച് അവിടേക്ക് ഡാർക്ക് കയറ്റി വിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്പ്രെഡാവും. ആ സ്പ്രെഡാവും എത്ര ദൂരം പോകും എന്നുള്ളതാണ്. ഇത്തവണ ഞാൻ പേപ്പർ വെച്ചിരിക്കുന്നത് തന്നെ പരത്തിയാണ്. അതായത് ട്രൈപ്പോഡിൽ എപ്പോഴും ഒക്കെ കുറച്ച് ചെരിച്ചാണല്ലോ. ഇപ്പോൾ അങ്ങനെയല്ല, പരന്ന ടേബിളിൽ മുകളിൽ വെച്ച പോലത്തെ ഒരു എഫക്റ്റിലാണ് വെച്ചിരിക്കുന്നത്, ഒരു അവസ്ഥയിലാണുള്ളത് പേപ്പർ. അപ്പോൾ വെള്ളം താഴേക്ക് വലിച്ചിറങ്ങിയോ അങ്ങനെയൊന്നുമില്ല, എന്നാൽ സൈഡിലേക്ക് പരന്ന് പോയുള്ളൂ. അപ്പോൾ ഏറ്റവും പറ്റി ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഇവിടെ പെർമൻഗീനെ ലെമണെല്ലോ കൊണ്ടാണ് ആ ഒരു ഫസ്റ്റ് ലെയർ ചെയ്യുന്നത്, വാഴയുടെയൊക്കെ ഫസ്റ്റ് ലെയർ. ഇനി ബാക്ക്ഗ്രൗണ്ടിൽ ആ ഡാർക്ക് കളർ കൊണ്ടുവരുമ്പോൾ നമുക്കത് തെളിഞ്ഞ് കാണാൻ പറ്റും. അതിനൊപ്പം തന്നെ ഡാർക്കും ലൈറ്റും വെക്കുന്ന രീതിയിൽ കണ്ടോ, ആദ്യം ലൈറ്റ് കളർ വെച്ചു പിന്നെ ഡാർക്കും വെച്ചു, അല്ലെങ്കിൽ ഡാർക്ക് വെച്ചു അപ്പോൾ തന്നെ ലൈറ്റും വെച്ചു. അങ്ങനെ 2 തരത്തിലും ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ കുറച്ച് ധൈര്യം വേണം കേട്ടോ, തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇത് ചെയ്തു തുടങ്ങിയാൽ വേറൊരു എഫക്റ്റ് ഉണ്ടാകും വാട്ടർ കളറിന്, നമ്മൾ സാധാരണ ചെയ്യുന്ന എഫക്റ്റ് അല്ല. എൻ്റെ പണ്ടത്തെ വാട്ടർ കളർ പോലെയല്ല ഇപ്പോഴത്തെ വാട്ടർ കളർ. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ ഒരു എഫക്റ്റ്. അപ്പോൾ ട്രൈ ചെയ്യുക. നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ പോലും നല്ല പേപ്പർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. അല്ലെങ്കിലും ഏതെങ്കിലും ചെറിയ ഭാഗങ്ങളെല്ലാം ട്രൈ ചെയ്തൊന്ന് പരീക്ഷിക്കുന്നത് നല്ലതാണ്. എപ്പോഴും നമ്മളൊരു സൈഡിൽ നിൽക്കാതിരിക്കുക, നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, പുതിയ തലങ്ങൾ തേടുക, പരീക്ഷണം നടത്തുക, ഫെയിലാവുക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് അവിടെ ഒലിച്ചിറങ്ങിയ ഭാഗങ്ങളെല്ലാം കാണാം. അതിലൊക്കെ കുറച്ച് ഡാർക്ക് ഞാൻ ചേർക്കുകയാണ്, കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ആ വെള്ളം ഒറ്റിച്ച് കൊടുക്കണതാണ് ആ സ്പ്രെഡായി വരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ലെമണിലോ ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ആ നനഞ്ഞ ഭാഗത്ത് ഒറ്റിക്കുമ്പോൾ അങ്ങനെ സ്പ്രെഡായി നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു റിസൾട്ട് ഉണ്ടാവും. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തണമെങ്കിൽ നല്ല പേപ്പർ വേണമെന്ന് പറഞ്ഞല്ലോ. ഇത് കണ്ടോ, അടുത്തത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് കുറച്ച് വെളിച്ചം കിട്ടാത്തൊരു ഭാഗത്തായി പോയതുകൊണ്ടാണ് ഇങ്ങനെയത്. അതായത് പേപ്പറിൻ്റെ ആംഗിൾ മാറുമ്പോൾ വെളിച്ചവും നമുക്ക് മിസ്സാവുന്നുണ്ട്. ഒരേ തരത്തിലല്ല ഇന്ന് പേപ്പർ വെച്ചെന്ന് പറഞ്ഞല്ലോ, ട്രൈപ്പോഡിലല്ല. അതുകൊണ്ട് തന്നെ വെളിച്ചം മിസ്സാകുമ്പോൾ ഡാർക്കായി തോന്നുന്നതാണ്. ഇനി നമ്മൾ ആ ഷെഡിൻ്റെ പുറകുവശത്തിൽ ഡാർക്കാണ് ചേർക്കുന്നത്. ഷെഡിൻ്റെ മുകളിൽ ഹൈലൈറ്റ് വരുന്നുണ്ട്, അതിനാണ് ആ ഷെഡിനെ വിട്ടിരിക്കുന്നത്. വക്കത്താണ് വരുന്നത്, മുഴുവൻ ഹൈലൈറ്റ് ഒന്നും വരില്ലെങ്കിലും വക്കത്ത് ആ ഒരു വക്ക് ഭാഗങ്ങളിലാണ് കൂടുതൽ ഹൈലൈറ്റ് വരും. അങ്ങനെ ബാക്ക് ലൈറ്റ് ആകുമ്പോൾ അവിടെ നിൽക്കുന്ന ചെടികളും എല്ലാം വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ ആ പെയിൻറ്റ് ചെയ്ത ഭാഗങ്ങളുടെ തെളിഞ്ഞ് വരുന്നത് നെഗറ്റീവ് പെയിൻറ്റിങ് എപ്പോഴും പറയുന്ന പോലെ തന്നെ. അതിനോടൊപ്പം തന്നെ മുകളിലുള്ള, അതായത് ആദ്യം പെയിൻറ്റ് ചെയ്ത് നനഞ്ഞിരിക്കുന്ന ഭാഗത്ത് വീണ്ടും കളർ ചേർക്കുന്നത് കാണാം. അപ്പോൾ ആ മഞ്ഞ് മരങ്ങളുടെ ഇടയിൽ തിങ്ങി നിൽക്കുന്ന ഒരു മഞ്ഞിൻ്റെ ഫീൽ ഉണ്ടാക്കാനാണ് ഈ നനഞ്ഞ സമയത്തിൻ്റെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ഉണങ്ങി എന്നുള്ളൊരു അറിവ് ഭയങ്കര പ്രധാനമാണ് ഇങ്ങനത്തെ വർക്ക് ചെയ്യുന്ന സമയത്ത്. ഈ ഭാഗത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടാത്ത ഭാഗമാണ്. അവിടെ ഒരു മരം വരുന്നുണ്ട്, ജാതി മരം. പക്ഷേ അതിൻ്റെ ഉൾഭാഗത്ത് കാണുന്ന ഡാർക്ക് ഗ്രീനൊക്കെ ഉപയോഗിക്കണേ. അവിടെ ഒരു മതിലുണ്ട്, ആ മതിലിൽ ഹൈലൈറ്റ് വീടുണ്ട്. അതൊക്കെ നമുക്ക് ഇനി വരയ്ക്കാം. ഈ ജാതി മരത്തിന് ആദ്യം ഡാർക്ക് ലെയറാണ് വെച്ചത്. വാട്ടർ കളർ എപ്പോഴും ലൈറ്റ് ലെയർ വെക്കണമെന്നല്ലേ പറയില്ലേ. ഇവിടെ ആദ്യം ഡാർക്ക് വെച്ച് പിന്നെ ലൈറ്റ് വെക്കുന്ന രീതിയാണ്. പരീക്ഷണങ്ങൾ പലതരത്തിൽ നടത്താറുണ്ട്. ഇത് കുറച്ച് നേപ്പിൾസ് എല്ലോയും ലെമൺ എല്ലോയും മിക്സ് ചെയ്തൊരു കളറാണ്. ആ ഒരു സൂര്യൻ്റെ മഞ്ഞ വെളിച്ചം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ നേപ്പിൾസ് എല്ലോ ചേർത്ത് വലിയ ബ്രഷ് ഉപയോഗിച്ച് അതിനെ ബ്ലെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ ലൈറ്റ് ലെയർ ഡാർക്ക് ലെയർക്ക് സ്പ്രെഡായി പോയി ഒരു എഫക്റ്റ് ഉണ്ടാവും. ചെറിയ ബ്രഷ് ഉപയോഗിച്ച് ആ ഒരു ജാതി മരത്തിൻ്റെ ഇല പുറത്തേക്ക് നീണ്ടുന്നില്ല ഇതുപോലെ ഡാർക്കാക്കി ചെയ്തു. താഴേക്കെത്തുമ്പോൾ ഡ്രൈ ആണ്, താഴേക്കെത്തുമ്പോൾ നനവുള്ള ഭാഗമാണ്, മുകളിൽ മാത്രമാണ് കുറച്ച് ഡ്രൈ ഉള്ളത്. ആ സ്പ്രെഡിങ് രീതി നിങ്ങളൊന്ന് പരീക്ഷിക്കണം, നല്ലതായിരിക്കും. മഴയ്ക്കൊക്കെ ഈ ഒരു രീതി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ചെയ്തതിന് ശേഷം കുറച്ച് വൈറ്റ് ഉപയോഗിച്ച് കുറച്ച് ചെരിഞ്ഞ വരകളിട്ടാൽ മഴയായി പോകും. ഇതിൽ തന്നെ കുറച്ച് ചെരിഞ്ഞ ലൈനുകൾ വൈറ്റ് കൊണ്ടിട്ടാൽ തന്നെ മഴയായി മാറുന്നത്. ഇവിടെ ലെമണിലൊക്കെ സ്പ്രേ ചെയ്യുന്നുണ്ട്, വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട്. ഒരു എഫക്റ്റ്, ഒരു ടെക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. വെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. നല്ല കട്ടിയുള്ള പേപ്പറാണെന്ന് എപ്പോഴും ഓർമ്മ വേണം. കട്ടില്ലാത്ത പേപ്പറാണെങ്കിൽ ആകെ ചുളിഞ്ഞ് നാശായനെ. ഇവിടെ തെങ്ങ് വരയ്ക്കേണ്ടത് വളരെ സിമ്പിളായിട്ടാണ്. നമുക്കവിടെ
പ്യുവർ കളർ, ഗ്രീനൊന്നും നല്ല ബ്രൈറ്റായിട്ടോ യെല്ലോ ബ്രൈറ്റായിട്ടോ ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ ഓറഞ്ച്, ബ്രൗൺ തുടങ്ങിയ കളർ ഉപയോഗിക്കുകയും ചെയ്യാം. വെളിച്ചത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഡാർക്ക് കളറും വേണം. അപ്പോൾ ഒറ്റയടിക്ക് തീർക്കുന്ന രീതിയാണ്. ഓരോ ലെയറായി തീർക്കുന്ന ഒരു രീതി നമുക്കുണ്ട്. പക്ഷേ അങ്ങനെയല്ല ഇത്. അത് തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ കുറച്ചുകൂടി ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാട്ടർ കളറാണ് ഇതിൽ ചെയ്യുന്നത്. അതായത് എൻ്റെ രീതിയിലുള്ള അഡ്വാൻസ്ഡ് ആയ കളർ എന്നാണ് ഉദ്ദേശിച്ചത്, ഒരു രീതി എന്നാണ് ഉദ്ദേശിച്ചത്. ആ ഓറഞ്ച് പട്ട കണ്ട കുറച്ച് ഉണങ്ങിപ്പോയത്, അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വളഞ്ഞ് നിൽക്കുന്ന തെങ്ങ് അതൊരു സൈഡിലേക്ക് പോയിരിക്കുന്നു. ആ തെങ്ങിന് ഡാർക്ക് കൊണ്ടാണ് ആദ്യം വരച്ചത്, ഡാർക്ക് ഗ്രീനാണ്. പിന്നെ അതിൻ്റെ മുകളിൽ നേപ്പിൾസെല്ലാം വെച്ച് വെളിച്ചം വീഴുന്നൊരു എഫക്റ്റ് ഉണ്ടാക്കി ഡാർക്ക് കളർ എടുത്ത്, ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഹൂക്കേഴ്സ് ഗ്രീൻ എടുത്തിട്ടാണ് ഈ ഓലകളുടെ വക്കും ആ തെങ്ങിൻ്റെ മുകളിലെ ഡീറ്റെയിൽസൊക്കെ ചേർത്തത്. ഇനി നമ്മൾ അടുത്ത ലെയറിലേക്ക് പോവുകയാണ്. അടുത്ത ലെയർ എന്ന് ഉദ്ദേശിച്ചത് അടുത്ത അവിടെ കാണുന്ന ആ ഒരു ടാങ്ക്. ഈ ടാങ്ക് നമുക്കവിടെ ഇങ്ങനെ ബ്ലെൻഡായി നിൽക്കുന്നതാണ്. എന്നാൽ അവിടെ ടാങ്കിൻ്റെ ചെറിയ ഭാഗങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണാനുണ്ട്. ടാങ്കിൻ്റെ അവിടെ കണ്ട ഒരു വൈറ്റ് ഭാഗം വന്നിരിക്കുന്നത്, അതൊക്കെ മഞ്ഞ് ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അത് മുഴുവനായി ഡീറ്റെയിൽ ആക്കാതെ ചെയ്യുകയാണ്. ഇനി അടുത്ത ലെയറിലേക്ക് പോവുകയാണ്. ഇപ്പോഴാണ് നമ്മൾ ശരിക്കും സെക്കൻഡ് ലെയറിലേക്ക് കടന്നത്. പ്രധാന ഭാഗം പെയിൻറ്റ് ചെയ്ത് തുടങ്ങുകയാണ്. ബാക്ക്ഗ്രൗണ്ട് ലെയർ കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്, കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് തുടങ്ങുന്നത്. എന്നാലും കയ്യിലെല്ലാം കളറാവുന്നുണ്ട്. അപ്പോൾ കണ്ടോ, ഒരു ഫ്ലാറ്റ് ലെയറാണ്. അതായത് അവിടെ വെളിച്ചം വീഴുന്നുണ്ടെങ്കിലും വെളിച്ചത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫ്ലാറ്റ് ഡാർക്ക് കളറാണ്. ആദ്യം ഞാൻ പുക പിക്ക് ചെയ്ത ഭാഗം കാണുന്നില്ലേ, അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ പിന്നെയും പെയിൻറ്റ് ചെയ്തു. ഇനി അവിടെ നിന്ന് നമ്മൾ രണ്ടാമത് പിക്ക് ചെയ്യും കളർ. അപ്പോഴാണ് ആ പുക വരുന്നതായിട്ട് നമുക്ക് ഫീൽ ആവുക. അപ്പോൾ ആദ്യത്തെ ലെയർ നമ്മൾ മിസ്സായി പോയാൽ നമുക്ക് മനസ്സിലാവില്ല അവിടെ ഉണ്ടെന്ന്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ലെയറിനെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെച്ചത്, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു ടാങ്ക് ഉണ്ടോ, ഈ ടാങ്കിൻ്റെ മുകളിൽ കൂടുതൽ വെളിച്ചം വീഴുന്നുണ്ട്. പുറകിലുള്ള ടാങ്കിൻ്റെ മുകളിൽ വെളിച്ചം കുറവായിരുന്നു, അത് ഒറ്റ ഫ്ലാറ്റ് ലെയറായി ചെയ്തു. ഇതിൻ്റെ മുകളിൽ ഹൈലൈറ്റൊക്കെ വിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ആ ഒരു പുറകിലുള്ള വീടിൻ്റെ ചുമരെല്ലാം അതുപോലെ ചെയ്തു. ആ ചുമര് അവിടെ വന്നുകൊണ്ടാണ് നമുക്ക് ഈ ടാങ്ക് ഇത്രയും ലൈറ്റായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. ആദ്യം വരച്ച ലെയറിൽ തന്നെ അതിനൊക്കെ മരങ്ങളായി മാറ്റുന്ന രീതിയാണത്. അധികം ഇൻഡിഗോ കളറാണ്. ഇൻഡിഗോ ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയറിൽ ഡാർക്ക് ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് ഇൻഡിഗോയിൽ കുറച്ച് ബ്ലൂ അല്ലെങ്കിൽ പെയിൻസ് ഗ്രേയോ മിക്സ് ചെയ്ത് ഡാർക്ക് ആക്കുന്നുണ്ട്. ചെറിയ ചെറിയ ഭാഗങ്ങളാണ് അതെങ്കിലും അതാണ് നമ്മളുടെ ഫോക്കൽ പോയിൻ്റ്. ചെറിയൊരു ലൈറ്റ് അതിൻ്റെ മുകളിൽ വീഴുന്നുണ്ട്. ബാക്കി ബ്ലൂ കളറാണ് ഡാർക്ക് കൊണ്ട് ഉപയോഗിച്ച്, അതായത് പെയിൻസ് ഗ്രേ താഴേക്ക് വന്നു. ആ രീതിയിലാണ് അതിനൊരു ഗ്രേഡിയൻ്റ് ഉണ്ടാക്കിയെടുത്തത്. കുറച്ച് കട്ടിയിലാണ് ചെയ്യുന്നത്. ലൈറ്റായി കൊണ്ടുവരുന്ന രീതിയല്ല ഇതിൽ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ കുറച്ച് നേപ്പിൾസ് എല്ലാം ഒട്ടിച്ചു. ഒരു അബ്സ്ട്രാക്ട് രീതിയിൽ സ്പ്രെഡായി വന്നിരിക്കുന്നു. ചുമരിൽ കുറച്ചൊരു പിങ്ക് പോലത്തെ കളർ ഉപയോഗിച്ചു. പിന്നെ താഴേക്ക് എത്തുമ്പോൾ ഡാർക്ക് വേണം, ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ പെയിൻസ് ഗ്രേ, ഇൻഡിഗോ തുടങ്ങിയ കളറൊക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കണം. അവിടെ മരത്തിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ഹൈലൈറ്റുകളുണ്ട്, മുഴുവനായിട്ട് ഫില്ലാക്കണില്ല. ചുമൻ്റെ മുകളിൽ വീണ്ടും ഒരു ഹൈലൈറ്റ് ഉണ്ട്, സൈഡിൽ വരുന്ന ഒരു ഹൈലൈറ്റ്. അതായത് നമ്മളാ കാണുന്ന വൈറ്റ് നിറം കാണുന്ന ചുമൻ്റെ വലതുഭാഗത്താണ് സൂര്യൻ നിൽക്കുന്നത്, അതുകൊണ്ടാണ് ആ സൈഡിൽ വെളിച്ചം വന്നത്. കൈ കൊണ്ട് പെയിൻറ്റ് ചെയ്യാണ്ടില്ലേ, അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള എഡ്ജൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് തൊട്ട് കൊടുത്താൽ അതിങ്ങനെ സ്പ്രെഡ് ആയിക്കോളും. അപ്പോൾ അവിടെ നമുക്ക് ഡീറ്റെയിൽ കുറഞ്ഞ് വരും, എന്നാൽ അവിടെ ഉണ്ടെന്ന് ഫീൽ ആവുകയും ചെയ്യും. ഈ ഭാഗം വരച്ചതിൻ്റെ അടുത്ത് തന്നെ ഒരു വൈറ്റ് ഭാഗം വിട്ടിട്ടുണ്ട്, അവിടെയും ഹൈലൈറ്റ് വരുന്ന ഭാഗമാണ്. കാരണം വലതുഭാഗത്ത് സൂര്യൻ നിൽക്കുന്നുണ്ട്. ഈ ഭാഗത്തെ ചുമരുണ്ടോ, കുറച്ച് പഴകിയ ചുമരാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇൻഡിഗോ കൊണ്ട് വാഷ് ചെയ്തു, കുറച്ച് ബേൺസിൻ്റെ അതിൽ മിക്സ് ചെയ്തു. ഈ ചെയ്യുന്നത് അവിടെ നിൽക്കുന്ന ചെടികളുടെ നേരെ അതിൻ്റെ മുകളിൽ വരച്ചു. പിന്നെ ഷെഡിൻ്റെ മുകളിൽ ആ ഒരു ഹൈലൈറ്റ് നിർത്തി അതിൻ്റെ ഒരു സംഭവങ്ങളെല്ലാം ചെയ്ത് ഇനി അതിനുള്ളിലുള്ള ഡാർക്ക് ഭാഗം വരയ്ക്കുകയാണ്. ഈ ഡാർക്ക് ഭാഗം വരയ്ക്കുമ്പോഴാണ് ആ വാഴ തെളിഞ്ഞ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ ഇട്ട് പോയതുകൊണ്ടാണ് നമുക്ക് ഷാർപ്പായി ചെയ്യാൻ പറ്റിയത്. നമ്മൾ അടുത്തെത്തുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഷാർപ്പാക്കാൻ വേണ്ടി അത് ആദ്യമേ പ്ലാൻ ചെയ്തു. അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് നമുക്കത് ഷാർപ്പാക്കി നിർത്താനും ഇതുപോലെ വാഴയെ ഡീറ്റെയിലായി തോന്നിപ്പിക്കാനും കഴിയുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ അടുത്തുള്ള ചുമരാണ്, അതായത് ഒരു ബൗണ്ടറി വാളാണ്, മതിൽ. അത് നമുക്ക് കാണുമ്പോൾ ഡാർക്കായിട്ടാണ് തോന്നുന്നത്, പക്ഷേ അത്ര ഡാർക്കായിട്ട് നമ്മളിവിടെ വരയ്ക്കാൻ പാടില്ല. എന്നാൽ നമുക്ക് ഡാർക്ക് തോന്നുന്നു വേണം. അതിന് വേണ്ടി നമ്മൾ ബേൺസിനെയും ബ്ലൂ മിക്സ് ചെയ്ത കളറുകൾ ഉപയോഗിക്കുന്നത്. കുറച്ചവിടെ കാണാനുണ്ട്. ഓപ്പോസിറ്റ് ലൈറ്റ് നിൽക്കുമ്പോൾ നമുക്കറിയാലോ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണാൻ പറ്റില്ല, അതാണ് ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ ബ്ലൂ ഉപയോഗിച്ചു, ബേൺസിന് ഉപയോഗിച്ചു. റഫായിട്ട് അവിടെ കുറച്ച് വെള്ളം എന്തോ നിൽക്കേണ്ട പാടത്ത് അതിൻ്റെ ഇവിടെ താഴ്ഭാഗത്ത് വിട്ട് കുറച്ച് ചെടികളൊക്കെ വരച്ച് അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ ഫോക്കൽ പോയിൻ്റ് നമുക്കറിയാലോ, ആ മതിലിൻ്റെ അപ്പുറത്തുള്ള ഭാഗമാണ്. എന്നാൽ മതിലവിടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പോലും. അധികം ബ്ലൂയും ഇൻഡിഗോയും പെയിൻസ് ഗ്രേയും ബേൺസീനയാണ് ഉപയോഗിക്കുന്നത്. കൂടുതൽ ബ്ലൂ ബേൺസീന, അതാണ് എൻ്റെ കളർ. ഇവിടെ കൂടുതൽ ഡീറ്റെയിൽ ആക്കാതെയാണ് ആ വാഴയുടെ ഭാഗം വരയ്ക്കുന്നത്. ഡാർക്ക് ബ്ലൂ പെയിൻസ് ഗ്രേ മിക്സ് ചെയ്ത് അതിൽ ആ വാഴയുടെ പുറകുവശത്ത് വരുന്ന ഭാഗങ്ങൾ കുറച്ച് വാഴയില പോലെ ആ ഒരു മഞ്ഞിൽ മൂടി നിൽക്കുന്നത് വരച്ചു. താഴെ കുറച്ച് പുല്ലിൻ്റെ ഭാഗം കാണിക്കാൻ വേണ്ടി കുറച്ച് പച്ചക്ക് സ്പ്രേ ചെയ്തു. അത് സ്പ്രേ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഡ്രൈ ബ്രഷ് ചെയ്തതിന് ശേഷം ആ വാഴയുടെ ഭാഗത്തും ആ ഒരു മതിലിലെല്ലാം കുറച്ച് വെള്ളമാണ് സ്പ്രേ ചെയ്ത് ഒരു ടെക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ ഷെഡിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, ആ നനഞ്ഞിരിക്കുന്ന ഭാഗത്ത് തന്നെയാണ് ഷെഡിൻ്റെ ഡീറ്റെയിൽസ് ചേർക്കുന്നത്. മുഴുവനായിട്ട് ഉണങ്ങിയിട്ടില്ല. ഈ ഡാർക്ക് ഡീറ്റെയിൽസ് നമ്മൾ അടുത്തുള്ള ഭാഗത്ത് മാത്രമേ ചേർക്കാൻ പാടൂ. ഇനി
ആംഗുലർ ബ്രഷ് എടുത്ത് ആ പോക്കുകളിൽ നിന്ന് പുക പോകുന്ന ഒരു രീതിയിൽ നമ്മൾ അതിനെ നനച്ച്, അതായത് ബ്രഷിൽ കുറച്ച് വെള്ളം എടുത്ത് നനച്ചതിന് ശേഷം പിന്നെ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ബ്രഷ് കൊണ്ട് തന്നെയോ ഇതുപോലെ ഒപ്പിയെടുക്കാൻ പറ്റും. അപ്പോൾ പുക പോകുന്ന ഒരു ഫീൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ആ പോക്കുകളിനെ ഒന്ന് ഡാർക്കാക്കി വരച്ചു. അപ്പോൾ നമ്മുടെ ആ ഒരു പണി കഴിഞ്ഞോടെ നമുക്ക് ഓരോരോ ഭാഗങ്ങൾ ഡാർക്ക് ഡീറ്റെയിൽ ആക്കി കൊണ്ടുവരാനുണ്ട്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൈന്യൂട്ട് ഡീറ്റെയിൽ ആണ്, പക്ഷേ അത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കും. കാരണം ഹൈലൈറ്റ് വരുന്ന ഭാഗത്തൊക്കെയാണ്. ഇവിടെ നമ്മളൊരാളെ വരയ്ക്കുകയാണ്, ഒരാളെ സ്കെച്ച് ചെയ്യണം. ആദ്യം നമ്മൾ ഇതിലെല്ലാം കൂൾ കളർ ഉപയോഗിച്ചിരിക്കുന്നത്, അവിടെ മാത്രം വാം കളർ ഉപയോഗിച്ച് അതിനെ അട്രാക്റ്റീവ് ആക്കുകയാണ്. വളരെ സിമ്പിളായാണ് ചെയ്തത്. രണ്ട് ലെയറുണ്ട്, ഒരു ഡാർക്ക് ലെയറും ഒരു ലൈറ്റ് ലെയറും. പിന്നെ ദൂരത്തുള്ള ഭാഗം നനച്ചിട്ട് അവിടെ വരുന്ന ആ ഒരു ബ്ലറായി നിൽക്കണേ, മഞ്ഞൾ മൂടി നിൽക്കണേ തെങ്ങിനെയും കമുകിനെയൊക്കെ വരയ്ക്കുകയാണ്. അപ്പോൾ നനച്ച് വരയ്ക്കുന്ന സമയത്ത് അത് കൂടുതൽ സ്പ്രെഡായി പോകാനോ അല്ലെങ്കിൽ അത് അടയാളം മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇവിടെ കുറച്ചൊന്ന് കൈവിട്ട അവസ്ഥയിലാണ്. എന്തായാലും പറ്റുന്ന പോലെ വരച്ചു. റിഗർ ബ്രഷ് കൊണ്ട് നമ്മൾ ടവറിനെ വരയ്ക്കുകയാണ്. ആദ്യം കുറച്ച് ഡാർക്ക് ലൈനുകൾ ഉപയോഗിക്കുന്നുണ്ട്, കുറച്ച് ലൈറ്റ് കളർ, അതായത് നേപ്പിൾസ് യെല്ലോയും ഇൻഡിഗോയും മിക്സ് ചെയ്ത കളർ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നില്ല, കാരണം വെളിച്ചത്തിന് നേരെ എതിരിലാണ് നിൽക്കുന്നത്. അതായത് വെളിച്ചം നമ്മളുടെ ടവറിൻ്റെ പുറകുവശത്താണുള്ളത്. അതുകൊണ്ട് നമുക്ക് ചില ഭാഗങ്ങളിൽ മഞ്ഞ് മൂടിയിട്ടും കാണാൻ പറ്റുന്നില്ല, ചില ഭാഗത്ത് വെളിച്ചം വരുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ചില ഭാഗം കണ്ടിട്ടും കാണാതെയും അങ്ങനെ ഒരു ഹൈഡ് ആൻഡ് സീക്ക് കളിയാണിത്. ഇതൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. തിൻ ലൈനുകൾ വരയ്ക്കണം, കുറേ ദൂരമുള്ളതായതുകൊണ്ട് തന്നെ കയ്യിലൊക്കെ കളർ ഇട്ടിട്ടുണ്ട്. വെറ്റാകുമ്പോൾ നമുക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്. കണ്ടോ, കയ്യിൽ നിറയെ കളറാണ്. അത് അവിടെ ഇവിടെ കൊണ്ട് തേച്ച് വയ്ക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നല്ല ശ്രദ്ധിച്ച് വേണം ഭാഗം ചെയ്യാൻ. അവസാനം മിനിക്കോണിയാണ്. ഈ സമയത്ത് നമ്മളത് തെറ്റിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എനിക്കൊരു അബദ്ധം പറ്റി നിങ്ങൾക്ക് കാണാം. കുറച്ച് വണ്ണുള്ള ലൈനുകൾ ഞാൻ വരയ്ക്കുന്നുണ്ട്. ഇത്രയും വണ്ണല്ലാത്ത ലൈനുകളാണ് വേണ്ടത്. പക്ഷേ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഇതേ വരയ്ക്കാൻ പറ്റൂ. നമ്മൾ നല്ല രീതിയിലല്ല ഇരിക്കുന്നത്, നല്ല രീതിയിലല്ല കൈ വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൺട്രോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആ ടവറിൻ്റെ മുകളിലെ കുറച്ച് ഡാർക്ക് ഭാഗങ്ങളെല്ലാം ചേർത്ത് നമ്മൾ അവസാനിപ്പിക്കണം. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണോ? ആണ്. എന്നാൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു ബുദ്ധിമുട്ടാണ് എൻ്റെ മനസ്സിലെപ്പോഴും. അതിങ്ങനത്തെ ചില സാധനങ്ങൾ വരയ്ക്കുമ്പോൾ ഉണ്ടാവലുണ്ട്. ടവർ ലൈനൊക്കെ വളരെ തിന്നായിട്ട് ലൈനുകൾ ഉപയോഗിച്ച് വരച്ച് അവസാനിപ്പിക്കുകയാണ്. ആ ഒരു മതിലിൻ്റെ മുകളിൽ കുറച്ച് ഡീറ്റെയിൽ കൂടി ചേർത്ത് അവസാനിപ്പിച്ചു. വലത് ഭാഗത്ത് റെഡ് കളർ കൊണ്ട് ഒരു സൈനും ചെയ്തു. നിങ്ങൾക്ക് ഈ ചിത്രം ഇഷ്ടപ്പെട്ടോ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളെല്ലാവർക്കും വേണ്ടി അടുത്ത വീഡിയോയിൽ കാണാം.